നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ നമ്മൾ പണത്തിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങൾക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കണമെന്നുള്ള കാര്യം നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം പണമുണ്ടെങ്കിലും നമ്മളോടൊപ്പം തന്നെ 4 പേർ അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന ആളുകളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ വളരെയധികം പ്രയാസമാണ്. അങ്ങനെയുള്ള പല ബന്ധങ്ങളും തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴെല്ലാവരിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ സഹോദരിമാരോ സഹോദരന്മാരോ ആണെങ്കിലും ഇനി ബന്ധുക്കളാണെങ്കിലും അതല്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്ന് പറഞ്ഞ് 2 വഴക്കാണ്, അത് വേറെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. മാത്രമല്ല അത് ഒരു ബന്ധം വേർപെടുത്തേണ്ട ഒരു അവസ്ഥ വരേക്കും പോകേണ്ട ഒരു രീതിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ നമ്മുടെ മേലെ തെറ്റുണ്ടെങ്കിൽ പോലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന ആ ഒരു സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ ഒരു വേദന നമ്മളെല്ലാവരും പല സന്ദർഭങ്ങളിലും പറയും, എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് ബന്ധമില്ലാതെ എനിക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്നെല്ലാം പറയുമെങ്കിലും ഓരോ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ അതിയായി ആഗ്രഹിച്ചു പോകും അവർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ഇങ്ങനെ ഒരുപാട് പേർക്കുണ്ട്. ഉദാഹരണത്തിന് ജോലി സ്ഥലങ്ങളിൽ തന്നെ നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കാത്ത കൊളീഗ്സ് ഉണ്ടാകാം. ഇനി അതുപോലെ നമ്മളെ മനസ്സിലാക്കാതെ ഒരുപാട് വർഷങ്ങളായി പിരിഞ്ഞിരിക്കുന്ന സഹോദരന്മാരുണ്ടാകാം, ഭാര്യ ഭർത്താക്കന്മാരുണ്ടാകാം. ഇനി അഥവാ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ച വ്യക്തിയുമായിട്ട് വളരെയധികം പ്രശ്നമാണ്, എപ്പോഴും പ്രശ്നമാണ്, നമ്മൾ എന്തു പറഞ്ഞാലും അത് നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും. വിട്ടുപിരിയാനും വയ്യ, നമ്മളങ്ങോട്ട് സ്വീകരിക്കാനും വയ്യാത്തൊരവസ്ഥ. അങ്ങനെ ഒരുപാട് പേർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും. അങ്ങനെയുള്ളവരെല്ലാവരും നമ്മളെ മനസ്സിലാക്കി, നമ്മുടെ സ്നേഹത്തെ മനസ്സിലാക്കി തിരിച്ചു വരുവാൻ വേണ്ടിയുള്ള ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. സ്വിച്ച് വേർഡുകളും ഏഞ്ചൽ നമ്പറുകളും എല്ലാം കഴിഞ്ഞ് ഇനി മന്ത്രമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാനിവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം ഒരു 21 ദിവസം 108 പ്രാവശ്യം രാവിലെ കുളി കഴിഞ്ഞ് ചൊല്ലി വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് ഉപേക്ഷിച്ച് പോയത് ആരാണെങ്കിലും ശരി, ഒരു പക്ഷേ നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കാം, അവർ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് ഒന്ന് അറിയണം. ഈ മന്ത്രം ചൊല്ലിയാൽ അവർ നമ്മളെ തേടി വരും എന്ന് പറയുന്നുണ്ടല്ലോ, ഒന്ന് ശ്രമിക്കാമെന്ന് കരുതി ശ്രമിച്ചാലും 100-ൽ 101% ഫലമാണ് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നത്. ഇത് മുഴുവനായും നമ്മളൊരു ന്യായമായ കാര്യത്തിന് വേണ്ടി ചെയ്യേണ്ട ഒന്നാണ്. അതായത് നമുക്ക് അത്രമാത്രം സ്നേഹമാണ് അവരോട്, അവർ ഉണ്ടെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്നെല്ലാം പറയുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ്. അതല്ലാതെ അവർ എന്നെ മനസ്സിലാക്കിയില്ല, എന്നെ വിട്ടിട്ട് പോയി കഴിഞ്ഞു, ഇനി എനിക്ക് അവർ വേണ്ട, ഈ മന്ത്രം ചൊല്ലി അവർ എന്നെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നവർക്കാണെങ്കിൽ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇവിടെ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഞാൻ പറയുന്നത് അതിയായ ആഗ്രഹത്തോടു കൂടി നമ്മളോട് അവർ സംസാരിക്കണമെന്ന്, അല്ലെങ്കിൽ നമ്മളുടെ ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്ന്, നമ്മുടെ ആ ഒരു ബ്ലോക്കേജ് മാറിക്കിട്ടണം. നമ്മളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും നമ്മുടെ കോൾ ആണെങ്കിലും വാട്സാപ്പ് ആണെങ്കിലും എല്ലാം ബ്ലോക്കാണ് എന്ന് പറയുകയാണെങ്കിൽ ആ ബ്ലോക്കേജ് മാറിക്കിട്ടാനെങ്കിലും നമുക്ക് ഈ ഒരു മന്ത്രം ജപിച്ചു നോക്കാവുന്നതാണ്. പലരും പറയും, ഞാൻ ഒരുപാട് വർഷങ്ങളായി സ്നേഹിച്ച വ്യക്തിയാണ്, എന്നെ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ കരുതി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓവറായിട്ടുള്ള ഫ്രീഡം എടുത്തത്. പക്ഷേ ഇപ്പോൾ എന്നെ വിട്ട് പതിയെ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് ആ സ്നേഹം തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാകും. അതുപോലെ തന്നെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ, നമ്മൾ വിചാരിക്കും സന്തോഷത്തോടു കൂടി ജീവിക്കാമെന്ന്, പക്ഷേ നമ്മുടെ വീട്ടിലെ ഭർത്താക്കന്മാർ ജോലിക്ക് പോയി വന്നു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും ഒന്ന് പറയും, നമ്മൾ രണ്ടാമതൊരു വാക്ക് പറയും, വീണ്ടും അവർ പറയും, നമ്മൾ വീണ്ടും പറയും. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരിക്കും സന്തോഷത്തോടു കൂടി ഇന്ന് ജീവിക്കണം. ഇനിയെങ്കിലും ആ ഒരു തെറ്റിദ്ധാരണകളെല്ലാം മാറ്റണം. ഇനി അവർ സംസാരിക്കുമ്പോൾ നമ്മൾ തിരിച്ച് മറുപടി ഒന്നും പറയരുത് എന്നെല്ലാം മനസ്സിൽ ആഗ്രഹിച്ച് കാണും. പക്ഷേ ആ സമയത്തൊരവസ്ഥ മുഖാന്തരം നമുക്കതിനൊന്നും സാധിക്കില്ല. ഇതെല്ലാം തന്നെ പല തരത്തിലുള്ള കർമ്മഫലങ്ങൾ എന്നും പറയാം, ദൃഷ്ടിദോഷം എന്നും പറയാം, ശത്രുദോഷം എന്നും പറയും. ഇതെല്ലാം തന്നെ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇനി അതിൻ്റെ ഏറ്റവും പ്രധാനമായത് മനസ്സിലാക്കാത്തൊരു കാര്യം, നമ്മളെ അവരും മനസ്സിലാക്കണം, അവരെ നമ്മളും മനസ്സിലാക്കണം. ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇനി അതെല്ലാം കൈവിട്ട് പോയി എനിക്ക് തിരിച്ച് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളവർ മാത്രം ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മന്ത്രം ചൊല്ലുക. എപ്പോൾ മുതൽ ചൊല്ലി തുടങ്ങണമെന്നാൽ നിങ്ങൾ എന്നാണോ ഈ വീഡിയോ കാണുന്നത്
അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ കുളി കഴിഞ്ഞ് നമ്മൾ പൂജാമുറിയിലോ ഇനി അഥവാ നമ്മൾ വേറെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് ചൊല്ലാൻ സാധിക്കുന്ന ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഈ മന്ത്രം രാവിലെ 8 മണിക്കുള്ളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. അതുകൊണ്ട് തന്നെ ആ സമയത്തിനുള്ളിൽ നോൺ വെജ് കഴിക്കാൻ സാധ്യതയില്ല. ഇനി ഈ ഒരു സമയത്ത് പീരിയഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കുക. ഈ മന്ത്രം പറയണ്ട. 21 ദിവസം നമ്മുടെ പീരിയഡ്സ് കഴിഞ്ഞ് വരുന്നതിന് ശേഷമുള്ള 21 ദിവസം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ ആഗ്രഹം മാത്രം, അതായത് നിങ്ങൾ ഏത് വ്യക്തിയെയാണോ വശ്യം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഏത് വ്യക്തിയെയാണോ വശീകരിക്കുവാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കി നമ്മളോട് അടുത്തേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, അവരെ മാത്രമേ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ മനസ്സിൽ വിചാരിക്കാവൂ. ഇനി വശ്യം എന്ന് പറയുന്ന സമയത്ത് വിചാരിക്കും തെറ്റായ ഒരു വാക്കാണ് എന്ന്. ഒരിക്കലും വശീകരണം അല്ലെങ്കിൽ വശ്യം എന്നുള്ളത് ഒരു തെറ്റായ വാക്കല്ല. അത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെ നമ്മളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമ്മൾ ഒരു ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതിന് വശീകരണം എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ വേറെ ആരുടെയെങ്കിലും കാര്യങ്ങളെ നമ്മളിലേക്ക് എത്തിക്കണം എന്ന് പറയുമ്പോൾ അത് തെറ്റു തന്നെയാണ്. ഞാനിവിടെ അതിനാണ് ആദ്യം തന്നെ പറഞ്ഞത്, ന്യായമായ ആഗ്രഹമായിരിക്കണം, എങ്കിൽ മാത്രമേ അത് നിറവേറി കിട്ടുകയുള്ളൂ. നമുക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടാകണം നമുക്ക് അർഹിക്കുന്നത് തന്നെയാണ് വശ്യം ചെയ്യുവാനായിട്ട് പോകുന്നത് എന്നുള്ള ആ ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു കാര്യം ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു 8 മണിക്ക് മുന്നേ നമ്മൾ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ടും ചൊല്ലാം. ഇനി അഥവാ നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്തിരുന്നു കൊണ്ടും മനസ്സിൽ നമ്മൾ ആഗ്രഹിച്ച വ്യക്തിയെ മാത്രം മുൻനിർത്തിക്കൊണ്ട് കണ്ണുകൾ അടച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് അവരുടെ രൂപം മനസ്സിലുണ്ടാകും. അവരെ ഒന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് ഞാനിവിടെ പറയുന്ന ഈ മന്ത്രം 108 പ്രാവശ്യം ചൊല്ലാം. നിങ്ങൾക്ക് എണ്ണം കണക്കിലെടുക്കുവാനായിട്ടാണെങ്കിൽ ഏതെങ്കിലും മാലകൾ എടുക്കാം. ഇനി അഥവാ മൊബൈൽ ഫോണിൽ ഒരു 10 മിനിറ്റ് നമുക്ക് അലാരം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചൊല്ലിയാലും മതിയാകുന്നതാണ്. ഏതാണ് ആ മന്ത്രം എന്ന് കാണാം. ഓം ഹും ഓം ഹും ഹ്രീം. ഇത് ചതുരക്ഷരി മന്ത്രം എന്നാണ് പറയുന്നത്. ഈ മന്ത്രമാണ് നമ്മൾ ചൊല്ലേണ്ടത്. 108 പ്രാവശ്യം ചൊല്ലേണ്ടതാണ്. 21 ദിവസവും ചൊല്ലുക. ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡെങ്കിലും നമ്മൾ മനസ്സിനെ ഒന്ന് ശാന്തമാക്കിയതിനു ശേഷം നമ്മൾ നമ്മുടെ ജോലികളിലേക്ക് തിരിയാവുന്നതാണ്. ഒരു 7 ദിവസമാകുമ്പോഴേക്കും തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നിങ്ങളെ അന്വേഷിച്ചതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ഫോൺ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അവർ സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യമോ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. 21 ദിവസമാകുമ്പോഴേക്കും അവർ നിങ്ങളോട് വന്ന് ക്ഷമ പറയുകയോ അതുമല്ലെങ്കിൽ അവരും നിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയുള്ള ആ ഓരോ സ്റ്റെപ്സും അവർ എടുക്കുന്നതായിരിക്കും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നല്ല ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും. ശ്രമിച്ചു നോക്കാതെ തന്നെ ഇതെല്ലാം സാധ്യമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം നമ്മുടെ കയ്യിലില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്ന് ശ്രമിച്ചു നോക്കുക. ശ്രമിക്കാതെ തന്നെ നമ്മൾ ഇത് പറ്റില്ല, എനിക്കും അവർക്കും തമ്മിൽ വളരെയധികം മനോവിഷമമാണ്, ഇനി ചേരില്ല എന്നെല്ലാം ഉറപ്പിച്ചു പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് അവരെ വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേണ്ട തന്നെയാണ്. പക്ഷേ എപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അവരും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം വീണ്ടും പുതുപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ, വീണ്ടും അവരുണ്ടെങ്കിൽ എൻ്റെ ജീവിതം സന്തോഷകരമായിരിക്കുമെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുവോ, ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. ഞാൻ ഇവിടെ വീണ്ടും പറയുകയാണ്, മനസ്സിൽ സമാധാനത്തോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും നിങ്ങളിത് ചെയ്യുക. ഇത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവരെ പറ്റി അന്വേഷിക്കുവാൻ ഒന്നും തന്നെ പോകേണ്ട ആവശ്യമില്ല. അവരുമായിട്ട് നിങ്ങൾ വീണ്ടും ഒന്നിക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ മന്ത്രം ചൊല്ലിയിട്ടുണ്ട് എന്നുള്ള കാര്യം മറ്റുള്ളവരോട് പങ്കുവെക്കാതിരിക്കുക. അവരോട് എനിക്ക് സംസാരിക്കണമെന്ന ആഗ്രഹം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാതിരിക്കുക. നിങ്ങൾ ഇവിടെ, അതായത് രാവിലെ 8 മണിക്ക് മുന്നേ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ അവിടെ ആ കാര്യം വിട്ടിട്ട് പോവുക. പിന്നീട് അവർ തന്നെ നിങ്ങളെ തേടി വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇതെടുത്തു പറയുന്നത്. ഇത് വെറും ഒരു മന്ത്രമല്ല, ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹിച്ച വ്യക്തികളെ നമ്മളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ്. വളരെ ചെറിയ ഒരു മന്ത്രമാണെങ്കിൽ പോലും അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കുവാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മന്ത്രജപങ്ങൾ, താന്ത്രികങ്ങൾ, അഫർമേഷനുകൾ, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, മാനിഫെസ്റ്റേഷനുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.